കുറച്ച് ശകലം കൊഞ്ച് അച്ചാർ വയ്ക്കുകയാണ് ഇന്ന്. അച്ചാറിന് ചേർക്കേണ്ടത് കൊഞ്ച് കഴുകി ക്ലീനാക്കി വെച്ചത് 150 ഗ്രാം, പകുതി നാരങ്ങ. ആദ്യം കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കുറച്ച് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി നന്നായിട്ട് വിരവി വയ്ക്കണം. ഒരു 10 മിനിറ്റ്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ കാഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇത് വാരി എണ്ണയിലിടണം. വെന്ത് ചേർന്നാൽ മതി. തന്നെ കുറച്ച് ഒരു കുടം വെളുത്തുള്ളി ഇതാ ചെറുതായിട്ട് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞത്. അതിന് ശേഷം ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞത്. ഇത് 3 ഉപ്പ് നന്നായിട്ട് ചുവട്ടിക്കണം. കാന്താരി മുളക് ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിലും വേണ്ടില്ല. ഈ പച്ചമുളകെല്ലാം ഇട്ടിട്ടുണ്ട്. അടുത്ത ഒരു 5 കാന്താരി മുളക് കൂടെ ചതച്ചിടുന്നുണ്ട്. ഒരു 2 എണ്ണത്ത് കരുവേപ്പില. എല്ലാം കൂടെ ഇട്ട് ആ എണ്ണയിൽ തന്നെ ഇട്ട് നന്നായി വറുത്ത് എല്ലാം ഇത് നന്നായിട്ട് ചുവന്നിട്ടുണ്ട്.
അടുത്തത് ഒരു 2 സ്പൂണ് മുളക് പൊടി, കുറച്ച് 1/2 സ്പൂണ് കുരുമുളക് പൊടി, ശകലം മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ചേ ഉള്ളൂ, 150 ഗ്രാമേ ഉള്ളൂ കൊഞ്ച്, അതിനാണ് കണക്കായിട്ട് ചെയ്യുന്നത്. അടുത്തത് ഈ വറുത്ത് വെച്ച കൊഞ്ചിനെടുത്ത് നന്നായി വറുത്ത് അടുത്ത് ശകലം മുളകും എല്ലാം ചേർത്ത് വെച്ചത് ശകലം ഒഴിച്ചിട്ട് കുറച്ച് 1 കപ്പ് വെള്ളം, ഞാൻ വിനീഗറൊന്നും ചേർക്കുന്നില്ല. നാരങ്ങയാണ് വീണ്ടും പിഴിഞ്ഞൊഴിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് 150 ഗ്രാം, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് വച്ചിട്ടുണ്ട് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ്. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ വറുത്തെടുത്തു. വറുത്ത് കോരി വെച്ചിട്ട് ആ എണ്ണയിൽ കുറച്ച് 1 കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, തൊലി കളഞ്ഞിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു 5 ഗ്രാമിൻ്റെ ഒരു ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 കാന്താരി മുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചുവന്നതിന് ശേഷം വീണ്ടും ആ വറുത്ത് വെച്ച കൊഞ്ചിനെ വീണ്ടും എടുത്തിട്ട് മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് വശക്കണം. പരുവായിട്ടുണ്ട്. വിനീഗറൊന്നും ചേർത്തില്ല. വീണ്ടും കുറച്ച് പകുതി നാരങ്ങ ചാറാണ് ചേർത്തത്. ഇതുപോലെ വച്ച് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ആരും മറക്കരുത്. എല്ലാവരും നോക്കണം. എത്രയും പെട്ടെന്ന് ഒരാഴ്ചയ്ക്ക് ഒരു പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കാം. നിറയെ എല്ലാം ചെയ്യുന്നതിനേക്കാളും കുറച്ചായിട്ട് ചെയ്ത് കൊടുക്കാം. ഒരാഴ്ചയ്ക്കെല്ലാം വച്ചിരുന്നു. ആർക്ക് വേണമെങ്കിലും ആപ്പീസിലോ എവിടെ വേണമെങ്കിലും ചോറ് പുളി കുറവ് പോലെയുണ്ട്. അതുകൊണ്ട് വീണ്ടും പകുതി നാരങ്ങ കൂടെ, ഒരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്ത്, പുളിയൊന്നും ചേർക്കുന്നില്ല, വെറും നാരങ്ങയാണ് പിഴിഞ്ഞ് ചേർക്കുന്നത്. ഒരു നാരങ്ങ ചേർത്തിട്ടുണ്ട്.